രാജ്യത്ത് കൂടുതൽ യാത്രക്കാർ റെയിൽവേയിൽ കൂടുതൽ സൗകര്യപ്രദമായ യാത്ര ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ കണക്കുകൾ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കോവിഡിന് ശേഷമുള്ള 5 വർഷത്തിൽ രാജ്യത്ത് ഇന്ത്യൻ റെയിൽവേയുടെ യാത്രക്കാരിൽ നിന്നുള്ള വരുമാനത്തിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടായതായി കണ്ടെത്തൽ. ആകെയുള്ള 727 കോടി യാത്രക്കാരിൽ 3% മാത്രം വരുന്ന 26 കോടി AC 3 ടയർ യാത്രക്കാരിൽ നിന്നും റെയിൽവേക്ക് ലഭിച്ചത് 30,089 കോടി രൂപയാണ്. റെയിൽവേയുടെ ആകെ വരുമാനമായ 80,000 കോടിയിൽ 38% വരുമിത്. രാജ്യത്ത് കൂടുതൽ യാത്രക്കാർ റെയിൽവേയിൽ കൂടുതൽ സൗകര്യപ്രദമായ യാത്ര ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ കണക്കുകൾ. 2019-20 കാലത്ത് 11 കോടി പേരാണ് AC 3 ടയറിൽ യാത്ര ചെയ്തത്. ആകെ യാത്രക്കാരുടെ എണ്ണത്തിന്റെ 1.5% മാത്രമായിരുന്നു ഇത്. അന്ന് 12,370 കോടി രൂപയാണ് AC 3 ടയർ യാത്രക്കാരിൽ നിന്നും റെയിൽവേക്ക് ലഭിച്ചത്. ഇതാണ് 5 വർഷത്തിനിപ്പുറം 30,000 കോടി കടന്നത്. കോവിഡിന് മുൻപ് വരെ സ്ലീപ്പർ ക്ലാസ് യാത്രക്കാരാണ് റെയിൽവേയുടെ വരുമാനത്തിന്റെ 1/4 പങ്കും നൽകിയത്. 2019-20 കണക്കു പ്രകാരം 13,641 കോടി രൂപ റെയിൽവേ സ്ലീപ്പർ ക്ലാസ് യാത്രക്കാരിൽ നിന്നും ലഭിച്ചു. ആ വർഷത്തെ ആകെ വരുമാനം 50,669 കോടി രൂപയായിരുന്നു. എന്നാൽ ഈ വർഷം അതേ കാറ്റഗറിയിൽ നിന്ന് റെയിൽവേക്ക് ലഭിച്ചത് 15,603 കോടി രൂപയാണ്. സ്ലീപ്പർ ക്ലാസ് യാത്രക്കാരുടെ എണ്ണം 5 വർഷം മുമ്പത്തെ 37 കോടിയിൽ നിന്നും 38 കോടിയായി മാത്രമാണ് വളർന്നത്. അതേസമയം AC 3 ടയറിൽ ടിക്കറ്റ് നിരക്കിൽ 5 വർഷത്തിനിടെ 7.5% വർധന ഉണ്ടായിട്ടുണ്ട്. 2019-20 1,090 രൂപയായിരുന്ന ശരാശരി നിരക്ക് ഇപ്പോൾ 1,171 ആയി. AC ഫസ്റ്റ് ക്ലാസ്സിൽ 5 വർഷത്തിനിടെ ശരാശരി നിരക്കിൽ 458 രൂപയുടെ വർധനമുണ്ടായി. AC ചെയർ കാർ പ്രീമിയം കോച്ചുകളിൽ ടിക്കറ്റ് നിരക്കിൽ ഇതേ കാലത്ത് 119 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. AC ടയറിൽ ശരാശരി ടിക്കറ്റ് നിരക്ക് 1,267 നിന്നും 1,498 ഉയർന്നു. സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റ് നിരക്കുകളിലും 5 വർഷത്തിനിടെ 10%-ലേറെ വർധനമുണ്ടായിട്ടുണ്ട്.